ചേട്ടാ. എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ അടുക്കളയിലായിരുന്നു. മിക്സിയുടെ സൗണ്ട് കൊണ്ട് ഫോൺ അടിച്ചത് കേട്ടില്ല. അവള് റൂമിൽ ഇരുന്ന് പഠിക്കാ. കൊടുക്കണോ? വേണ്ട, സംസാരിക്കാൻ സമയമില്ല. ചേട്ടാ എപ്പ എത്തി? അല്ലെങ്കിൽ വേണ്ട, എടുത്തേക്കാം. അല്ലെ പിന്നെ അത് മതി. നീ ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണല്ലേ? അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മോൾ എന്തെടുക്കാൻ ചോദിച്ചു. നീ പഠിക്കാന്നാ ഞാൻ പറഞ്ഞേ. ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞാലേ അങ്ങനെ നിന്നെ എന്നെയും ചവിട്ടിക്കൊല്ലു. ഇത് ഓൺലൈൻ ക്ലാസ്. അല്ലു അർജുനാണല്ലേ നിനക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. നീ അലക്കാനുള്ള തുണിയെല്ലാം വലിച്ചു വാരിയിട്ടൊക്കെ അതിങ്ങ് എടുത്തേ. എന്നിട്ട് നീ എന്തുവാന്ന് വെച്ചാൽ എടുത്ത് വെച്ച് പഠിക്കാൻ നോക്കുക. അത് മാറ്റി വെച്ചിട്ട് അമ്മേ, നീ ഇതെങ്ങോട്ടാ? ഞാനേ മാളവികയുടെ വീട്ടിലേക്ക് പോവാ. അവിടെ ഇരുന്ന് പഠിക്കാൻ. എന്താ ഇവിടെ നിന്ന് പഠിച്ചാൽ തലേ കയറില്ലേ? ഇവിടെ ഇരുന്നിട്ടൊരു മൂഡില്ല അമ്മ. പ്ലീസ് അമ്മ, ഞാൻ പൊക്കോട്ടെ. എന്നാ അച്ഛൻ വിളിച്ചപ്പോ ചോദിച്ചൂടായിരുന്നോ? ആ ബെസ്റ്റ്. അച്ഛൻ എന്തായാലും വീട്ടിൽ എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ലേ അച്ഛൻ പോവാൻ ഞാൻ കാത്തിരുന്നത്. ഞാൻ പൊക്കോട്ടെ. അച്ഛൻ വിളിച്ചാൽ ഞാനെന്ത് പറയും? ആ കുബുദ്ധിക്കാരന്റെ ഭാര്യയ്ക്ക് ഒരു കള്ളം പറഞ്ഞുണ്ടാക്കാനാണ് ഉത്തര പ്രയാസം. അതങ്ങ് ഡീൽ ചെയ്യണ്ട അമ്മ. ബൈ. പോയിട്ട് പോയാൻ പറഞ്ഞേ. ഇല്ല, 2 വർഷം കഴിഞ്ഞേ വരൂ. ഈ പെണ്ണ്. ചേട്ടാ ഇവിടെ നിർത്തിക്കോട്ടാ. എത്ര ഏട്ടാ? 100 രൂപ. ഒരു മിനിറ്റ്. എടി, ഒരു 100 രൂപ ഉണ്ടാവും. ഇന്നേട്ടാ. എന്താണ് കയ്യിൽ പൈസ ഇല്ലാതാണോ ഓട്ടോ കയറിയത്? ചേട്ടൻ കാശ് കിട്ടിയാ പോരെ. നിങ്ങൾക്ക് ശരി, കള്ളം പറഞ്ഞ വീട്ടിൽ നിന്ന് ചാടുന്നത്. ഇനി കാശും കൂടി ചോദിച്ചാലേ 1000 ചോദ്യങ്ങളായിരിക്കും. എന്തെങ്കിലും നിന്റെ ഒരു ട്രീറ്റ് ഞങ്ങൾക്ക് കിട്ടുമോ? ആ, എന്റെ കയ്യിലെ കാശ് കൊണ്ട് ട്രീറ്റ് വാങ്ങിയേ നിങ്ങൾ വയറിറച്ച് ബാക്കിയായി. ആഴ്ചയിൽ ഒരു ദിവസം ലീവിൽ വരുന്ന അച്ഛൻ കഴിക്കുന്നത് ചോറ്, കഞ്ഞി, സാമ്പാർ. കാശില്ലാണ്ടല്ല, ചെലവാക്കാൻ മടിയായിട്ടാ. നീ ഒരൊറ്റ മോളല്ലേ? അപ്പൊ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റാത്ത ആള് എന്റെ അച്ഛനാടി. മോളെ മാളു മതി. എന്റെ കൈ കൊണ്ട് ഒരു ട്രീറ്റ് അതല്ലേ നിങ്ങക്ക് വേണ്ടത്. അത് ഞാൻ ചെയ്യും. എന്ന്? അത് ഞാൻ പറയാം. അങ്ങനെ നീ പറയുന്ന ദിവസം വേണ്ട, ഞങ്ങള് പറയുന്ന ദിവസം. എന്തേ പറ്റോ? എന്നാ പറ. ഈ വരുന്ന സൺഡേ. ഓക്കെ. അമ്മ വന്നോ? ഇത്രയും സമയമായിട്ടും കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു 2 വർഷം കഴിഞ്ഞേ വരുള്ളൂന്ന് അല്ലേ? എന്നിട്ട് വേണം എന്റെ ചക്കര മുത്തനച്ഛൻ തല്ലിക്കൊല്ലാൻ. മതി മതി, സോപ്പിട്ടത് മതി. ഓക്കെ. എന്നിട്ട് ഈ ഉപ്പുകാറ്റ് കൊണ്ടാ നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ? എന്ത്? അല്ല, ഈ കടൽക്കാറ്റ്. കടൽക്കാറ്റാ? അമ്മയ്ക്ക് എന്തായി പറ്റിയത്? ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യണ പോലെ. എടി, കള്ളത്തരം പറഞ്ഞാൽ അതിനനുസരിച്ച് നിൽക്കാനും പഠിക്കണം. കള്ളത്തരോ? അതിന് ഞാനെന്ത് കള്ളത്തരം പറഞ്ഞു എന്ന് അമ്മയെ പറയണം. നീ ഈ തറയിലോട്ടൊന്ന് നോക്കിയേ. അയ്യോ, സോറി അമ്മ. എനിക്ക് കേൾക്കണ്ട അതിന്റെ സോറി ഒന്നും. അച്ഛനെങ്ങാനും അറിഞ്ഞോണ്ടല്ലോ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണ്ടല്ലോ. അച്ഛനെങ്ങും അറിയാൻ പോണില്ല. ഇനി അച്ഛൻ വരുമ്പോ അമ്മയുടെ ഉള്ളിലെ സത്യസന്ധത പുറത്തിയാടാണ്ടിരുന്നാ മതി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോ അല്ലേ അമ്മ ജീവിതത്തിനൊരു ത്രില്ലുള്ളൂ. മതി, എന്നോട് കള്ളത്തരം പറയാതിരുന്നാ മതി. കാലം ശരിയല്ല. പക്ഷെ അമ്മയുടെ മോള് ശരിയാണല്ലോ. മതി മതി, പോയി കുളിക്കാൻ നോക്കും. ശരി, ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ ഫുഡ് എടുത്തു വെക്കേ. ആ പിശാച് ജുമാന ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ ശരി, ഞാനും ഉറങ്ങാൻ പോവാ. നീ ആ ട്രീറ്റിന്റെ കാര്യം മറക്കല്ലേട്ടാ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അമ്മേ, അമ്മ എന്തെന്ന് നോക്കുന്നേ? അല്ല, വല്ല കാക്കയും മലന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. വിളിക്കാതെ എണീക്കുന്നു, അടുക്കള വന്നിരിക്കുന്നു. എന്താ സംഭവം? രാവിലെ എണീക്കാൻ തോന്നി, എണീച്ചു. അച്ഛൻ വിളിച്ചില്ലേ? ഇല്ല. എന്തേ? ഏയ് ഒന്നുമില്ല. അച്ഛനാ വിളിക്കണേ. അമ്മേ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായി. എന്ത് കാര്യം? അത് പിന്നെ വേഗം എന്താന്ന് വെച്ചാ പറ. അല്ല, അത് എന്താന്ന് വെച്ചാ പറ. ദേ കട്ടായി.
ഇനി അടുത്ത വിളി എനിക്കുള്ള തെറിവിളിയായിരിക്കും. നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അമ്മേ, അത് പിന്നെ ഈ വരുന്ന ഞായറാഴ്ച ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞ് കുറച്ച് കാശ് ശരിയാക്കി തരണം. എത്ര രൂപ? ഒരു 5000 രൂപ. 5000 രൂപയോ? ഇപ്പൊ പറഞ്ഞാലും മതി, ഇപ്പൊ ഉടനെ തന്നെ എടുത്തു തരും. അച്ഛൻ വിളിക്കുന്നു, ഞാൻ എടുത്തിട്ട് നിനക്ക് തരാം, നീ തന്നെ പറഞ്ഞാൽ മതി. അയ്യോ അമ്മേ, ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാം. നിനക്കിതിപ്പോ ഒരു പതിവാണല്ലോ. ഫോൺ എടുക്കാത്ത താമസം എന്താടി? ഞാൻ അടുക്കളയിലായിരുന്നു. ഇതാണല്ലോ എന്നും പറയുന്ന മറുപടി. ആ പിന്നെ നിന്റെ ആങ്ങളെ മുകുന്ദൻ എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്. അവന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി 2000 രൂപ കടച്ചു വെച്ചിട്ട്. നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. നീ അവനെ ഒന്ന് വിളിച്ച് പറയണം. ഞാൻ സ്വല്പ ടൈറ്റിലാണ്, എന്റെ കാശൊന്നും ഇല്ല. 2000 രൂപയല്ലേ ചേട്ടാ, കൊടുത്തൂടെ? മോളെ പഠിപ്പിക്കണം, അവളെ കെട്ടിച്ചു വിടണം. വീടിന്റെ അടുത്തിട പണിട്ടിരിക്കുകയാണ്. ആ വീടിന്റെ പണി എനിക്ക് തീർക്കണം. അതെ, നിന്റെ അച്ഛൻ സമ്പാദിക്കുന്ന പൈസയല്ലത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ. ദൃശ്യന്തിയെ ഇവിടെ ഉണ്ട്, കൊടുക്കണോ? വേണ്ട വേണ്ട, ഞാൻ രാത്രി വിളിച്ചോളാം. ശരി. അപ്പൊ 5000 രൂപയുടെ കാര്യം പറഞ്ഞിരുന്നെങ്കിലേ നിന്റെ അച്ഛൻ പറഞ്ഞിങ്ങ് വന്നേനെ. എടി, ട്രീറ്റിന്റെ കാര്യം മറക്കില്ലേ, നാളെയാണേ. നീ ഇവിടെ കഥ അടച്ചിട്ട് എന്തെടുക്കുക? നിന്റെ ഫോൺ എന്തിയേ? ഫോൺ ദേ. പിന്നെ നീ എന്താ മാളവിക വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? സംസാരിക്കും, മാളവികയാ. എന്താടി, ട്രീറ്റിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണോ ഫോൺ എടുക്കാണ്ടിരിക്കുന്നത്? അതല്ലടി, ഫോൺ സൈലന്റിലായിരുന്നു. എന്നിട്ടാണോ നീ ജുമാനെ വിളിച്ചപ്പോ കട്ട് ചെയ്ത് കളഞ്ഞത്? നാളെയാണ് നീ തരാന്ന് പറഞ്ഞ ട്രീറ്റ്. പറ്റിക്കണോ? ഏയ്, പറ്റിക്കൊന്നുമില്ലടി. അപ്പൊ പിന്നെ പ്ലാനിങ്ങിൽ മാറ്റമൊന്നുമില്ലല്ലോ? ഏയ്, മാറ്റമൊന്നുമില്ല. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. യെസ്. നീ ഇതെങ്ങോട്ടാ? ഇന്നേ ജുമാനയും ജുമാനയുടെ വീട്ടുകാരും കൂടി ഒന്ന് പുറത്തു പോകുന്നുണ്ട്. അപ്പൊ എന്നെ മാളവികേനെ വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്കാ. അതിന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ പോണ കാര്യം. ഇറങ്ങുമ്പോ പറയാന്ന് കരുതി. അപ്പൊ ഞാൻ സമ്മതിക്കുമെന്ന് വിചാരിച്ചല്ലേ? പോണ്ട. ഇതെന്തൊരു കഷ്ടമാണമ്മേ. ഒരു കഷ്ടമില്ല, പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട. ശേ, ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല എനിക്ക്. നിനക്കിപ്പോ ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം കൂടുതലാ. നീ ജുമാനയുടെ വീട്ടിലേക്കൊന്നും അല്ല പോണേന്ന് എനിക്കറിയാം. നീ അന്ന് പറഞ്ഞ ഗെറ്റ് ടുഗദർ എന്നല്ലേ, അതിനല്ലേ പോണേ? ഗെറ്റ് ടുഗദറിനാണ് ഈ കയ്യിൽ കാശ് വേണ്ടേ. ഇതിപ്പോ അതില്ലല്ലോ. ഞാൻ പോകത്തോണ്ട് അവരും പോണില്ല. അപ്പോഴാ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. ഒന്ന് സമ്മതിക്കമ്മേ. ശരി, സമ്മതിക്കാം. പക്ഷെ 4 മണിയാകുമ്പോ തിരിച്ച് ഈ വീട്ടിലെത്തണം. എത്തിയിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ, ഈ ദൃശ്യക്ക് പറയാൻ മാത്രല്ല കാര്യം സാധിക്കാനും അറിയാന്ന്. ഡേ, എനിക്കൊരെണ്ണം കൂടി വാങ്ങിച്ചു തരുമോ? 1, 10 എത്ര വേണമെങ്കിലും കുത്തിക്ക്. 1 അല്ല 2 എണ്ണം. എന്നാ 3 എണ്ണം. ഹലോ ഹലോ, ലോൺ എടുത്ത കാശ് തിരിച്ചടക്കണം എന്നുള്ള കാര്യം മറന്നോ?
എത്ര തവണയാണ് ഞങ്ങൾ വിളിക്കുന്നു, താൻ ഫോൺ വിളിച്ചെടുക്കുന്നില്ല, ഞങ്ങളുടെ പൈസ തിരിച്ചടക്കുന്നില്ല. എന്താ തൻ്റെ ഉദ്ദേശം? എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൈസ തിരിച്ചടക്കണം. ഹലോ, എത്ര ദിവസമായി ഞങ്ങൾ വിളിക്കുന്നു. തൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കാശ് കിട്ടാൻ വേണ്ടി പോലെന്ന് മനസ്സിലായി. താൻ ഒരു കാര്യം ഓർത്തോ, താൻ റെഫറൻസ് വെച്ചതിൽ തൻ്റെ ഫ്രണ്ട്സിന്റെ നമ്പർ ഉണ്ട്. നാറ്റിക്കും, ഫ്രണ്ട്സിനെ വരെ ഞങ്ങൾ നാറ്റിക്കും. കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും, മനസ്സിലായ? 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ കാശ് കിട്ടിയില്ലെങ്കിൽ ദൃശ്യ, ആരാ? വിളിക്കാം. ഇത് ദൃശ്യാർജുന്റെ വീടല്ലേ? അതെ, ദൃശ്യയുടെ വീടാ. ഒന്ന് വിളിക്കാമോ? ദൃശ്യ, ആ 2 ദിവസം മുമ്പ് ഫാമിലി ഫുട്വെയറിൽ വന്നിരുന്നു. വന്നിരുന്നു. ഈ കാർഡ് നിങ്ങളുടെ അല്ലേ? അതെ. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. നീ ഒന്ന് നിന്നേ. നീ എപ്പോഴാ ഈ ഫാമിലി ഫുട്വെയറിലൊക്കെ പോയത്? ഇതെന്ന് ജുമാനയുടെ വീട്ടുകാരായിട്ട് പോയപ്പോ ഉണ്ടായ സംഭവമായത്. അപ്പ കളഞ്ഞു പോയതാ. നിനക്കിത് എന്താ പറ്റിയത്? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട സാധനങ്ങളല്ലേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഹലോ. ഹലോ ദൃശ്യ, താൻ പേടിക്കണ്ട. തന്നെ ഭീഷണിപ്പെടുത്താനോ കാശ് ചോദിക്കാനോ വിളിച്ചല്ല ഞാൻ. പിന്നെ എനിക്ക് ആ കാശ് തരണ്ട. അതെന്താ? പകരം ഞാൻ പറയുന്നൊരു കാര്യം താൻ ചെയ്യണം. അത് ചെയ്യാതിരിക്കരുത്. എന്ത് കാര്യം? എനിക്ക് തൻ്റെ ഒരു വീഡിയോ വേണം. വീഡിയോ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന നല്ല വീഡിയോ. ഇപ്പൊ തന്നെ എൻ്റെ വാട്സപ്പിൽ. The number you are trying to call is currently not.
ക്യാഷോ തിരിച്ചടച്ചില്ല. പകരം തന്റെ ഒരു വീഡിയോ ആവശ്യപ്പെട്ടപ്പോ അതും തന്നില്ല. ദൃശ്യ, ഇനി നിന്റെ സമയമാണ് ദൃശ്യ. ഗുഡ് ലക്ക്. Hello, sir.